ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हरे कृष्णा। हरे कृष्ण। ഓക്കെ, ശ്ലോകം നമ്പർ 70 അല്ലേ? 70 കഴിഞ്ഞു. 71. യെസ്, 70 കഴിഞ്ഞു. ഓക്കെ, ശ്രീ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എല്ലാവരെയും ഇന്നത്തെ ഈ ചൈതന്യ ചരിതാമൃതം സത്സംഗത്തിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീല പ്രഭുപാജിയുടെ പാദങ്ങളിലും തൃപ്പാദങ്ങളിലും ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 70-ാമത്തെ ശ്ലോകം വരെയാണ് നോക്കിയത്. ആദിലീല 5-ാമത്തെ അധ്യായം. ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ കാരണോദകസായി വിഷ്ണു അല്ലേ, കാരണോദകസായി വിഷ്ണുവിൻ
സൃഷ്ടിയും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഭൗതിക ലോകത്തിലെ സൃഷ്ടിയെക്കുറിച്ചും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്ലോകം 71. യസ്യേകനിശ്വസിത കാലം അതാവലംബ്യ ജീവന്തി ലോമ വിലജാ ജഗദണ്ഡനാഥ വിഷ്ണുർമഹാസ ഇഹ യസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ യസ്യൈക നിശ്വസിത കാലമഥാവലംബ്യ ജീവന്തി ലോമ വിലജാ ജഗദണ്ഡനാഥ വിഷ്ണോർമഹാൻ സൈഹ യസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ബ്രഹ്മാക്കളും ഭൗതിക പ്രപഞ്ചങ്ങളുടെ ഇതര അതിദേവന്മാരും മഹാവിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന് ആവിർഭവിക്കുകയും അവിടുത്തെ ഒരു ഉച്ഛ്വാസത്തിന്റെ സമയത്തോളം ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മഹാവിഷ്ണു ആരുടെ വിസ്തരണമാണോ ആദിപുരുഷനായ ആ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭാവാർത്ഥം. ഭഗവാന്റെ സർഗശക്തിയെക്കുറിച്ചുള്ള ഈ വിവരണം ബ്രഹ്മാവ് തന്റെ പ്രത്യക്ഷ സാക്ഷാത്കാരത്തിന് ശേഷം രചിച്ച ബ്രഹ്മസംഹിതയിൽ 5:48 നിന്നുള്ളതാണ്. ഒരു ചെറു സുഷിരത്തിലൂടെ സൂര്യപ്രകാശം പ്രസരിക്കുമ്പോൾ പരമാണുവിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള കണങ്ങൾ പോലെ മഹാവിഷ്ണു ഉച്ഛ്വസിക്കുമ്പോൾ അവിടുന്നിൽ നിന്ന് പ്രപഞ്ചങ്ങളുടെ ആത്മീയ ബീജങ്ങളും പുറത്തു വരുന്നതായി കാണപ്പെടുന്നു. ആണവ ഗവേഷണം പുരോഗതിയാർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭഗവത് ശരീരത്തിൽ നിന്നുദ്ഭവിക്കുന്ന ആത്മീയ കണങ്ങളിൽ നിന്ന് ഈ പൂർണ്ണ ദൃശ്യ പ്രപഞ്ചം വികസിക്കുന്നത് എങ്ങനെയെന്ന് ഈ ശ്ലോകത്തെ ആസ്പദമാക്കി പഠനം നടത്തുകയെന്നത് ആണവ ശാസ്ത്രജ്ഞന്മാർക്ക് അത്യന്തം പ്രയോജനകരമായ ഒരു ഉദ്യമമായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബ്രഹ്മാവ്, മറ്റുള്ള ദേവന്മാർ, എല്ലാ ജീവജാലങ്ങളും എല്ലാവരും വരുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൽ നിന്നാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാണ്ടങ്ങൾ തന്നെയാണ് വരുന്നത്, അല്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ ആ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദകസായ വിഷ്ണു ആരുടെ അംശമാണോ ആരുടെ അംശമാണ്? ഗോവിന്ദൻ്റെ, ഭഗവാൻ കൃഷ്ണൻ്റെ അംശത്തിൻ്റെ അംശത്തിൻ്റെ അംശമാണ്. അങ്ങനെയാണ്, ഡയറക്റ്റ് എക്സ്പാൻഷനും കൂടിയല്ല, അല്ലേ? അതാണ് നമുക്കറിയാം ആ ഹൈറാർക്കി. ഭഗവാനിൽ നിന്ന് ബലരാമൻ പിന്നീട് അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഒരുപാട് വിസ്തരണങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതാണ് മഹാവിഷ്ണു. എന്നാൽ ആ മഹാവിഷ്ണു അദ്ദേഹമാണ് ഭൗതിക ലോകം മുഴുവനും സൃഷ്ടിക്കുന്നതും എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയിലേക്ക്, ജീവജാലങ്ങളുടെ വിത്തുകൾ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നതും മഹാവിഷ്ണുവാണ്. അതാണ് പറയുന്നത്. അദ്ദേഹം ശ്വാസം പുറത്തു വിടുന്ന സമയത്ത് ബ്രഹ്മാണ്ടങ്ങൾ, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണോ സൂര്യപ്രകാശം ചെറിയ ഹോളിനകത്തൂടെ പോകുന്നത്, അതേപോലെ മഹാവിഷ്ണുവിൻ്റെ രോമകൂപങ്ങളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ഈ ബ്രഹ്മാണ്ടങ്ങൾ വരുവാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതാണ് ശിലപ്രഭുജി പറയുന്നത്, ഇക്കാലത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ ഒരു കാര്യം ഇതിലൊന്ന് ഗവേഷണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്നുള്ളത്. പക്ഷേ അവർക്ക് എവിടെയും എത്താൻ സാധിക്കില്ല. കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സാധാരണ ആളുകൾക്ക് സാധിക്കില്ല. ഭൗതികവാദികൾ ഇതിൻ്റെ പുറകിൽ നടന്നു കഴിഞ്ഞാൽ അവരെ ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഭഗവാന്റെ ഭക്തരാണെങ്കിലോ, ഭക്തിമാർഗം ഫോളോ ചെയ്യുന്നവർക്ക് ഇതെല്ലാം ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കും, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്, അല്ലേ? നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കഥ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഒരിക്കൽ നാരദ മഹർഷി ഒരു ബ്രാഹ്മണൻ്റെ അടുത്ത് പോയ സമയത്ത് ആ ബ്രാഹ്മണൻ നല്ല ഭംഗിയായിട്ട്, വളരെ നല്ല രീതിയിൽ ശാസ്ത്രപ്രകാരം ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഭഗവാനെ ആരാധിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ചെരുപ്പ് നന്നാക്കുന്ന ആളും ഇരിക്കുന്നുണ്ട്. അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയാണ്. അദ്ദേഹം വലിയ ബ്രാഹ്മണ കുടുംബത്തിൽ ഉള്ളതൊന്നുമല്ല, എന്നാലും അദ്ദേഹം ഒരു ഭക്തനാണ്. എന്നാൽ ബ്രാഹ്മണനാണെങ്കിൽ ഒരുപാട് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം, ഒരുപാട് ശ്ലോകങ്ങളും വേദങ്ങളൊക്കെ അറിയാം.
ഈ ചെരുപ്പ് നേരാക്കുന്ന ആൾക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ല. എന്നാൽ അദ്ദേഹത്തിന് ഭഗവാനിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ഭഗവാൻ വിഷ്ണു, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ്, ശില പ്രഭുജി എപ്പോഴും പറയാറുമുണ്ട്, നമ്മളും പലതവണ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നാരദമുനി അദ്ദേഹം വിഷ്ണുവിനെ, ഭഗവാനെ കാണാൻ പോയ സമയത്ത് ഭഗവാനോട് ചോദ്യം ചോദിക്കും. ഞാനിന്ന് 2 വ്യക്തികളെ കണ്ടു. ആ 2 വ്യക്തികളിൽ ഒന്ന് ബ്രാഹ്മണൻ, അദ്ദേഹം പണ്ഡിതനാണ്, വേദങ്ങളെല്ലാം അറിയാം, അദ്ദേഹത്തെ കണ്ടു. അതേപോലെ ഒരു ചെരുപ്പ് നേരാക്കുന്ന ഒരാളെയും കണ്ടു. ഇവർ 2 പേരുടെയും ഫ്യൂച്ചർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ചെരുപ്പ് നേരാക്കുന്ന ആളുടെ അവസാനത്തെ ജന്മമാണ് ഇത്. ഈ ഒരു ജന്മത്തോടുകൂടി അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ ഇനിയും ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഇപ്പോഴും ഈ ജന്മത്തിലൊന്നും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നാരദമുനിക്ക് അത്ഭുതമായി. നാരദമുനി ചോദിക്കുന്നു, അതെങ്ങനെയാണ് അങ്ങനെ? ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ചെയ്യാത്ത പൂജകളില്ല, അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളില്ല, അദ്ദേഹം പണ്ഡിതനാണ്, എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ചെരുപ്പ് നേരാക്കുന്ന ആൾക്ക് ഇതൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണതെന്ന് മനസ്സിലാക്കിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ പറയും, ഞാനായിട്ടത് പറയില്ല, താങ്കൾ തനിയെ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഈ കാര്യം അവിടെ പോയി ഇവരോട് 2 പേരോടും പറയണം. അതിൻ്റെ ഉത്തരം അവർ പറയുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നാരദമുനി പറഞ്ഞു, ശരി, അങ്ങ് എന്താണോ പറയുന്നത് അതേപോലെ ഞാൻ ചെയ്യാം. ഭഗവാൻ പറഞ്ഞു, നിങ്ങളിനി വീണ്ടും അവിടെ പോകുന്ന സമയത്ത് അവർ 2 പേരും നിങ്ങളോട് ചോദിക്കും, അങ്ങ് വിഷ്ണുവിനെ കണ്ടുവോ? കാര്യം നേരത്തെ പോയ വിസിറ്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തോട് പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവർ 2 പേരുടെയും ചോദ്യമായിരുന്നു, ഏത് ജന്മത്തിലാണ് എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഈ ചോദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ തിരിച്ചു പോകണം അല്ലേ? തിരിച്ചു പോകുന്ന സമയത്ത് ഇദ്ദേഹം വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ എന്നെ കണ്ടു, ഭഗവാനെ കണ്ടപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, അതായത് ഭഗവാൻ ഒരു ഒരു ചെറിയൊരു സൂചിയുടെ ഓട്ടയിൽ കൂടെ, നമുക്കറിയാം സൂചി കോർക്കുന്ന സൂചി ഉണ്ടല്ലോ, ആ സൂചിയുടെ ചെറിയൊരു ഹോൾ ഉണ്ടാവും, അതിലൂടെയാണ് നമ്മൾ തുന്നാൻ വേണ്ടിയിട്ട് നൂല് ഇടുന്നത്. ആ നീഡിലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സൂചിയുടെ ഓട്ടയിലൂടെ ആനയെ കയറ്റുമായിരുന്നു എന്ന് പറയും, ആനയെ കയറ്റി ഇറക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നാരദമുനി പറഞ്ഞു, ഇതെന്ത് ഉദാഹരണമാണത്? അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. ഭഗവാൻ പറഞ്ഞു, അവിടെ പോയി ഇത് പറഞ്ഞാൽ മതി, ഉത്തരവൊക്കെ തനിയെ വെളിപ്പെട്ടോളും എന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം താഴെ വന്ന് ഇവരുടെ അടുത്ത് വീണ്ടും പോയി. അവിടെ പോയ സമയത്ത് ആദ്യം ബ്രാഹ്മണൻ്റെ അടുത്ത് പോയി. ബ്രാഹ്മണൻ നാരദമുനി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, നാരദമുനിയെ സ്വീകരിച്ചു, അവിടെ ഇരുത്തി നല്ല രീതിയിൽ ഉപചാരങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ചോദിച്ചു, അങ്ങ് ഭഗവാനോട് കാര്യം ചോദിച്ചോ? ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചോ? നാരദമുനി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു. അവിടെ പോയപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നാരദമുനി ഭഗവാൻ വിഷ്ണു പറഞ്ഞതനുസരിച്ച് പറഞ്ഞു, ഞാൻ അവിടെ പോയപ്പോൾ വിഷ്ണു ഒരു ആനയെ എടുത്ത് ഈ സൂചിയുടെ ഓട്ടയിലൂടെ കോർക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഇതെങ്ങനെ സാധിക്കും? ആനയെ എടുത്ത് സൂചിയുടെ ചെറിയ ഓട്ടയിലൂടെ നൂല് കോർക്കുന്ന പോലെ കോർക്കാൻ എങ്ങനെ സാധിക്കും? അസംഭവ്യം എന്ന് പറഞ്ഞു. അത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ. നാരദമുനി ശരി, അത് കേട്ടു, ഓക്കെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടു, പക്ഷെ ഒന്നും പറയാൻ നിന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എപ്പോഴാണ് പോവുക അങ്ങോട്ടേക്ക്? അപ്പോൾ സത്യം പറയാതിരിക്കാനും പറ്റില്ല നാരദമുനിക്ക്. സത്യം എന്താണ്? ഭഗവാൻ പറഞ്ഞത് ഇപ്പോഴൊന്നും വരില്ല, ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യം പറഞ്ഞു.
കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. വിഷമമാവാതിരിക്കുമോ? കാര്യം അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ ജന്മത്തോടു കൂടി പോകാമെന്നുള്ളത്. എന്തുകൊണ്ട് വിഷ്ണു എന്നെ സ്വീകരിക്കുന്നില്ല എന്നുള്ള ചിന്തയായി പിന്നെ അദ്ദേഹത്തിന്. പിന്നീട് നാരദമുനി ആ ചെരുപ്പ് കുത്തുകാരൻ്റെ അടുത്ത് പോയി. അവിടെ പോകുമ്പോൾ അദ്ദേഹം ഇതേപോലെ തന്നെ അദ്ദേഹം നാരദമുനിയെ സ്വീകരിക്കുന്നു, കാര്യം ചോദിക്കുന്നു. അപ്പോൾ അതേ കാര്യം തന്നെ പറയുന്നു. അവിടെ പോയ സമയത്ത് ഞാൻ ഇതാണ് കണ്ടത്, ആനയെ സൂചിയുടെ ഓട്ടയിലൂടെ കോർക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഓഹോ, നമ്മുടെ ഭഗവാന് സാധിക്കാത്തതായിട്ടുള്ള എന്താണുള്ളത്? അദ്ദേഹത്തിന് എന്തും ചെയ്യാം. അദ്ദേഹം എന്ത് വിചാരിക്കുന്നു അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. ഒരു വലിയ ആനയെ എടുത്ത സൂചിയുടെ അകത്തൂടെ കയറ്റുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ഭഗവാന്? ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം തന്നെ പറയുവാണ് ഇതെല്ലാം. ഭഗവാന് സാധിക്കാത്തത് ഒന്നുമില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ് ഉദാഹരണം. ഇവിടെ തന്നെ നമ്മുടെ കയ്യിൽ ഉദാഹരണമുണ്ടല്ലോ. ഈ ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ആൽമരത്തിൻ്റെ വലിപ്പം നമുക്കറിയാം. ചില ആൽമരമൊക്കെ കിലോമീറ്റർ കണക്കിനുണ്ടാവും, അല്ലേ? ആൽമരത്തിൻ്റെ വേരും നമുക്കറിയാം, ഒരുപാട് അകത്തോട്ട് പോകും. അതിൻ്റെ വലിപ്പം ഒരുപാടുണ്ടാവും. ഒരു ആൽമരം, ഇത്രയും പടുകൂറ്റൻ ആൽമരം വരുന്നത് ഇത്രയും പോകുന്ന ചെറിയ വിത്തിൽ നിന്നാണ്. ഇത്രയും പോകുന്ന വിത്തിൽ നിന്നാണ് ഇത്രയും വലിയ പടുകൂറ്റൻ ആൽമരം വരുന്നത്. ഇത്രയും ചെറിയ വിത്തിനകത്ത് ഇത്രയും പടുകൂറ്റൻ ആൽമരത്തെ ഭഗവാന് വയ്ക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ, ഇത് വളരെ ഈസിയല്ലേ ആനയെടുത്ത് സൂചിയുടെ അകത്തൂടെ കയറ്റുന്നത് എന്ന് പറഞ്ഞ് നാരദമുനിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നാരദമുനിക്ക് ഉത്തരം എല്ലാം കിട്ടി. കാര്യം ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം, പൂർണ്ണമായിട്ടും ഭഗവാനിലുള്ള വിശ്വാസം. അതുകൊണ്ട് ഉത്തരം എന്താണ് പറഞ്ഞത്? ഇദ്ദേഹം തിരിച്ചു പോകും എന്നുള്ളത്. കാര്യം ആ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഭഗവാനിലുണ്ട്. അതനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി. എന്നാൽ ബ്രാഹ്മണന് അഹങ്കാരമാണ് ഉള്ളത്. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അഹങ്കാരം അവിടെ പോകാൻ, അഹങ്കാരം കൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുപാട് അറിവുണ്ടെന്ന് വിചാരിച്ച് അവർ പല കാര്യങ്ങളും, പല റിസർച്ചുകളും, പല കണ്ടുപിടുത്തങ്ങളും നടത്താൻ നോക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എത്തും പിടിയും കിട്ടില്ല. കാര്യം ഇതിന് തുടക്കവും അവസാനവും അറിയാത്തൊരു കാര്യമാണ്. കാര്യം സ്പിരിച്വൽ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അചിന്യത്തെ അചിന്യമാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. ആ കൂട്ടത്തിൽ അത് കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കുവാനും സാധിക്കും. പ്രോപ്പറായിട്ടുള്ള ഗുരുവിലൂടെ നമ്മൾ ആ ഒരു ആഗ്രഹത്തോടു കൂടി ആ ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പഠിക്കുമ്പോൾ, ഭഗവാനോടുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, എല്ലാത്തിൻ്റെയും പുറകിൽ ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം വേണം. അതോടുകൂടി നമ്മൾ വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഭക്തിയ സേവനങ്ങൾ ചെയ്ത് ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്കിതെല്ലാം വെളിപ്പെട്ട് വരുന്നു, അല്ലേ? അപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത സാധിക്കാത്ത കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് തന്നെ വിഷ്ണുവിൻ്റെ ഈ ഒരു സൃഷ്ടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു തീരെ വിശ്വാസമില്ലാത്ത ഒരാൾ പറയും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ വെറുതെ കെട്ടുകഥകളാണ്, ഒന്നും സത്യമല്ല എന്ന് പറയും. അവരങ്ങനെ പറയാ. അവരുടെ മുമ്പിൽ അവർക്ക് കാണാൻ സാധിക്കാത്തതൊക്കെ സത്യമല്ല, തെറ്റാണ്, അല്ലെങ്കിൽ നുണയാണെന്ന് പറയുന്നവരാണ്. എന്നാൽ ഇതൊക്കെ കണ്ടവരുണ്ട്, മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ശ്ലോകം 72. ക്വാഹം തമോ മഹദഹം ഖ ചരാഗ്നിവാർഭൂ സംവേഷിതാന്ത ഘട സപ്തവിതസ്തികായഃ ക്വേദൃഗ് വിധാ വികതണീ താണ്ഡ പരാണുചര്യാ വാതാദ്വരോമ വിവരസ്യ ച തേ മഹിത്വം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്വാഹം തമോ മാഹതം കചരാഗ്നിവാർഭൂ
संवेष्टिताण्डघटा सप्तविधस्तिकायः के दृग्विधा विगणिताण्ड पराणुचर्या वादाध्वरोम विवरस्य च देमहित्वम्. വിവർത്തനം and ഭാവാർത്ഥം by ഭക്തിവേദാന്ത സ്വാമി പ്രഭ ശിലാ പ്രഭാത് കി ജയ്. സ്വന്തം കൈയുടെ 7 ഇരട്ടി നീളം മാത്രമുള്ള നിസ്സാര ജീവിയായ ഞാൻ എവിടെ? ഭൗതിക പ്രകൃതി, സമഗ്ര ഭൗതിക ശക്തി, മിഥ്യാഹങ്കാരം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവകളാൽ നിർമ്മിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അങ്ങയുടെ മഹത്വമോ? അങ്ങയുടെ ശരീരത്തിലെ സുഷിരങ്ങളിലൂടെ എണ്ണമറ്റ ലോകങ്ങൾ കടന്നുപോകുന്നു. ഒരു ജാലകപ്പഴുതിലൂടെ ധൂളികണങ്ങൾ കടന്നുപോകുന്ന പോലെ. ഭാവാർത്ഥം: കൃഷ്ണന്റെ പശുക്കിടാങ്ങളെയും ഗോപാലബാലന്മാരെയും മോഷ്ടിച്ചതിനു ശേഷം മടങ്ങി വന്ന ബ്രഹ്മാവ് അപ്പോഴും പശുക്കിടാങ്ങളും ബാലന്മാരും കൃഷ്ണനുമൊത്ത് സഞ്ചരിക്കുന്നത് കണ്ട് തന്റെ തോൽവി സമ്മതിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന സമർപ്പിച്ചു. ഭാഗവതം 10.14.11. ലോകകാര്യങ്ങളുടെ മുഴുവൻ ഭരണം നിർവഹിക്കുന്ന ബ്രഹ്മാവിനോളം മഹത്വമുള്ളവനാണെങ്കിൽ പോലും ഒരു ബദ്ധാത്മാവിനെ പരമപുരുഷനായ ഭഗവാനോട് താരതമ്യപ്പെടുത്താനാവില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്ന് തന്റെ ശരീരത്തിലെ രോമകൂപങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആധ്യാത്മിക രശ്മികൾ കൊണ്ടു മാത്രം അസംഖ്യം പ്രപഞ്ചങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നു. ഭഗവാനുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള നമ്മുടെ നിസ്സാരത സംബന്ധിച്ച ബ്രഹ്മാവിന്റെ ഈ വചനങ്ങളിൽ നിന്ന് ഭൗതിക ശാസ്ത്രജ്ഞർ പാഠം പഠിക്കേണ്ടതാണ്. ഒരൽപ്പം ശക്തിയും സ്വാധീനവും നേടിയതിൽ വൃഥ ഗർവ് കൊള്ളുന്നവർക്ക് ബ്രഹ്മാവിന്റെ ഈ പ്രാർത്ഥനകളിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്. ബ്രഹ്മവിമോഹൻ ലീല കഴിഞ്ഞ സമയത്ത് ബ്രഹ്മാവ് അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കണ്ടു അല്ലെ. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഈ പശുക്കിടാങ്ങളെയും അതേപോലെ തന്നെ കൃഷ്ണൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും ഒളിപ്പിച്ചു അല്ലേ. ഒരു ഗുഹയിൽ കൊണ്ട് ഒളിപ്പിച്ചു. അവരെല്ലാവരും ബോധമില്ലാതെ കിടക്കുവാണ്. തിരിച്ച് വന്ന് നോക്കിയപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും അവിടെയുണ്ട്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. എന്താണെന്ന് മനസ്സിലായില്ല. അത് ഭഗവാനെ കാണുന്നു എല്ലായിടത്തും. എല്ലാ പശുക്കിടാങ്ങളിലും ഭഗവാനെ കാണുന്നു. എല്ലാ കൃഷ്ണൻ്റെ സഖാക്കളിലും ഭഗവാനെ കാണുന്നു. ഭഗവാനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ഞാൻ ആരോടാണ് കളിച്ചത്? ഭഗവാനോടാണ് കളിച്ചത്. ഞാൻ സംശയിച്ചു. കൃഷ്ണൻ ഭഗവാനാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അറിഞ്ഞിട്ടും ഞാൻ അത് ആണോ എന്നുള്ളത് ഡൗട്ട്, അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് വന്നു, സംശയം വന്നപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. ടെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ബ്രഹ്മാവ് ടെസ്റ്റിൽ തോറ്റുപോയി അല്ലേ. അത് തോറ്റു എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ബ്രഹ്മാവ് അവിടെ ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ ചൊല്ലുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ പർട്ടിക്കുലർലി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുകയാണ്, എൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ ഒരു 7 മടങ്ങുണ്ടാവും. അത്രയേ ഉള്ളൂ എൻ്റെ ശരീരം. ഞാനെന്ന് പറഞ്ഞു ബ്രഹ്മാവ് പറയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ കാണുന്നത് എന്താണ്? ഈ പ്രപഞ്ചം, ഈ സൃഷ്ടി മുഴുവനും, ബ്രഹ്മാണ്ടങ്ങൾ, അതേപോലെ തന്നെ ഇവിടെയുള്ള മൂലകങ്ങൾ, 24 മൂലകങ്ങളും മഹത്വത്തെയും അല്ലെങ്കിൽ പ്രകൃതിയും മുഴുവനും, ഇതൊക്കെ എന്താണ് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം. അതായത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇതെല്ലാം അങ്ങയിൽ നിന്ന് വരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവമാണ്, എനിക്കൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഇതേപോലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണ് വരുന്നത്. ഞാനൊരു വിഡ്ഢിയാണ്. അങ്ങയെ പരീക്ഷിച്ചു, അങ്ങയെ പരീക്ഷിക്കാൻ നോക്കി. എന്നെപ്പോലെ വേറെ ഒരു വിഡ്ഢി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മാവ് ഇനി അങ്ങോട്ട് പറയുന്നുണ്ട്. എനിക്ക് ഇനി വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് അദ്ദേഹം, പല ആളുകളും പറയുന്നു ഭഗവാനെ അങ്ങയെ അറിയാമെന്ന്. പക്ഷെ ഞാൻ ഈ നിമിഷത്തിൽ പറയുന്നു, അങ്ങ് പറയുന്നു ഞാൻ ഇവിടെ ഈ ഭൗതിക ലോകത്തിലെ സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഡ്യൂട്ടി തന്നിട്ടുള്ളത്. എനിക്ക്
ഒന്നും ഞാനിപ്പോൾ പറയുന്നു, പ്രസ്താവിക്കുന്നു, ഉറക്കെ ഞാൻ പ്രഖ്യാപിക്കാൻ തയ്യാറാണ്, എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. അങ്ങയുടെ മഹാത്മ്യം, അങ്ങയുടെ ക്വാളിറ്റീസും അങ്ങയുടെ വൈഭവങ്ങളും അങ്ങയുടെ ഐശ്വര്യങ്ങളും അങ്ങയുടെ ലീലകളും ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പല ആളുകളും ഇതറിയാമെന്ന് പറയുന്നവരുണ്ട്, പക്ഷെ ഞാൻ പറയുന്നു എനിക്കൊന്നും അറിയില്ല എന്ന്. അതാണ് ബ്രഹ്മാവിൻ്റെ സ്ഥിതി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ്? ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പൊസിഷനാണ് ബ്രഹ്മാവിൻ്റെ. ആ ബ്രഹ്മാവ് എങ്ങനെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാനാണ്? ഒന്നും അറിയില്ല ആക്ച്വലി പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ നല്ലതല്ല. നമുക്ക് വളരെ വിനയത്തോടു കൂടി നമ്മളിതിനെ അപ്രോച്ച് ചെയ്താലാണ് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഭക്തി എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിലെ, നമ്മളിവിടെ കാണുന്ന ലോകത്തിലെ സംഭവമേ അല്ല, നേരെ ഓപ്പോസിറ്റാണ് എല്ലാം. ഭൗതിക ലോകത്തിൽ നമ്മൾ വലിയ സംഭവമായിട്ട് കാണുന്നത്, വലിയ സംഭവം അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നത് ഭക്തിയുടെ കാര്യത്തിൽ വരും. ഭക്തി മാർഗത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല. ഇവിടെ ഈ ലോകത്ത് എല്ലാവരും അവനവൻ്റെ കഴിവുകളെ പുറത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ റെക്കഗ്നീഷൻ കിട്ടുന്നത്, കൂടുതൽ ആളുകൾ അവരെ അറിയുന്നത്, അവരെ ഫേമസ് ആവുന്നത് ഒക്കെ അല്ലേ. എന്നാൽ അതേ സ്വഭാവം ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവുകയുള്ളൂ. ആക്ച്വലി അവിടെ വേണ്ടത് വിനയമാണ്. അവിടെ വേണ്ടത് വളരെ വിനയത്തോടു കൂടിയിട്ടുള്ള ആ ഒരു മനോഭാവം നമുക്ക് അത്യാവശ്യമാണ്. എന്നാലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സ്ട്രീംസാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് മായ, ഒന്ന് ഭഗവാൻ. അപ്പോൾ മായയുടെ പുറകിൽ പോവുകയാണെങ്കിൽ നമ്മൾ അത്രയും ഭഗവാനിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഓർക്കാവുന്ന കാര്യങ്ങൾ. അംശേര അംശയേ കാലതാര നാമ ഗോവിന്ദേര പ്രതിമൂർത്തി ശ്രീ ബലരാമ. ഹരേ കൃഷ്ണ പ്രഭു. अंशेर अंशायै कलातार नाम गोविंदेर प्रतिमूर्ति श्री बलराम. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പൂർണ്ണതയുടെ ഒരു അംശാംശത്തെ കല എന്ന് വിളിക്കുന്നു. ശ്രീ ബലരാമനാകട്ടെ ഗോവിന്ദന്റെ പ്രതിരൂപമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോവിന്ദന്റെ പ്രതിരൂപം ഭഗവാൻ കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണമാണ് ശ്രീ ബലരാമൻ. അതാണ്. ഈ ബലരാമൻ ആണ് നിത്യാനന്ദ പ്രഭു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അങ്ങനെ നമ്മളെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുന്നോട്ട് നോക്കാം. താര ഏകസ്വരൂപ ശ്രീ മഹാസംഘർഷന താര അംശ പുരുഷ ഹയ കാലത്തെ ഗണന. ഹരേ കൃഷ്ണ. താര ഏകസ്വരൂപ ശ്രീ മഹാസംഘർഷണ താര അംശ പുരുഷായ കാലത്തെ ഗണന. വിവർത്തനം ശ്രീലാ പ്രഭുപാദ് കി ജയ്. ബലരാമന്റെ സ്വവിസ്തരണത്തെ മഹാസംഘർഷൻ എന്ന് വിളിക്കുന്നു. പിന്നെ അവിടുത്തെയും അംശമായ പുരുഷനെ കല അഥവാ അംശാംശമായി എണ്ണപ്പെടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കല എന്ന് പറയുന്നത് ആക്ച്വലി ഭഗവാന്റെ വിസ്തരണങ്ങളെയാണ് കല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ വിസ്തരണത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, അതിനെയാണ് കലാ അവതാരം അല്ലെങ്കിൽ കലാ എക്സ്പാൻഷനായിട്ട് പറയുന്നത്. ഇപ്പോൾ ബലരാമൻ ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണമാണ്. അതിനുശേഷം ബലരാമനിൽ നിന്നും സംഘർഷണം വരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനി അതിന് ശേഷമാണ് പിന്നെ വരുന്നതാണ് മഹാവിഷ്ണു. അതായത് മഹാസംഘർഷണിൽ നിന്നാണ് പിന്നെ മഹാവിഷ്ണു വരുന്നത് നമുക്കറിയാം. ഇതിനു മുമ്പും ഹൈറാർക്കി നോക്കുമ്പോൾ മൂലസംഘർഷണം വരുന്നുണ്ട്. ഇവിടെ അതായത് മഹാവിഷ്ണുവിന് തൊട്ട് മുമ്പുള്ള സംഘർഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് മാത്രം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് മനസ്സിലാവും അത് കലാവതാരമാണ്. അതായത് ഒരുപാട് മഹാവിഷ്ണു എന്ന് പറയുന്ന കല എന്ന് പറയുമ്പോൾ വിസ്തരണമൊക്കെയാണ് കൃഷ്ണനായിട്ട് നോക്കുമ്പോൾ, കൃഷ്ണനിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബലരാമനിൽ നിന്ന് നോക്കുമ്പോൾ. ഓക്കെ. 75 യാഹാ കേതാ കാലാ കഹി तीन्हों महाविष्णु महापुरुषावतारी तेहो सर्वजिष्णु. യെസ്.
हरे कृष्णा प्रभु। यन्हा केत कालाकहि तिन्हो महाविष्णु महापुरुषावतारी तेन्हो सर्वजिष्णु. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ കലാവതാരം മറ്റെല്ലാ പുരുഷാവതാരങ്ങളുടെ സ്രോതസ്സും സർവവ്യാപിയുമായ മഹാവിഷ്ണുവാണെന്ന് ഞാൻ പറയുന്നു. ഹരേ കൃഷ്ണ. ഈ കലാവതാരമാണ് മഹാവിഷ്ണു, മഹാപുരുഷൻ മഹാവിഷ്ണു. ബലരാമൻ്റെ വിസ്തരണം ആണ്. അപ്പോൾ എന്നാൽ ഈ മഹാവിഷ്ണുവാണ് മറ്റുള്ള പുരുഷാവതാരങ്ങൾ. ഇനിയുള്ള 2 പുരുഷാവതാരങ്ങളും മഹാവിഷ്ണുവിൽ നിന്ന് വരുന്നു. മാത്രമല്ല ആക്ച്വലി എല്ലാ ജീവജാലങ്ങളും വരുന്നത് ഈ മഹാവിഷ്ണുവിൽ നിന്നാണ്. എവിടെ? ഭൗതിക ലോകത്തിൽ. ഗർഭോദ ക്ഷീരോദശായി ദോഹെ പുരുഷ നാമ സെയ്ദോ ഇയാറ അംശ വിഷ്ണു വിശ്വധാമ. ഹരേ കൃഷ്ണ. ഗർഭോദക്ഷീരോദശായി ദോഹ പുരുഷ നാമ സെയ്ദുയാന അംശ വിഷ്ണു വിശ്വധാമ. വിവർത്തനം and ഭാവാർത്ഥം by His Divine Grace A.C. Bhaktivedanta Swami Prabhupada Srila Prabhupada ki jai. ഗർഭോദശായിയും ക്ഷീരോദശായിയും പുരുഷന്മാരാണെന്ന് വിളിക്കപ്പെടുന്നു. അവർ സർവ ബ്രഹ്മാണ്ടങ്ങളുടെയും ധാമവും പ്രഥമ പുരുഷനുമായ കാരണോദശായി വിഷ്ണുവിന്റെ വിസ്തരണങ്ങളാണ്. ഭാവാർത്ഥം. പുരുഷന്റെ ലക്ഷണങ്ങൾ ലഘുഭാഗവതാമൃതത്തിൽ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോൾ ഗ്രന്ഥകർത്താവ് വിഷ്ണു പുരാണത്തിൽ 6.8.59 എന്ന് ഉദ്ധരണികൾ ഉൾപ്പെടുത്തി ഇപ്രകാരം പറയുന്നു. ആരാണ് 6 ദ്വന്ദ്ങ്ങളുടെ കൽമഷങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ളത്? ആരുടെ പൂർണ്ണ വിസ്തരണമായ മഹാവിഷ്ണുവാണോ വിശ്വസൃഷ്ടിക്കു വേണ്ടി ഭൗതിക ദ്രവ്യത്തിനു നേരെ കടാക്ഷിക്കുന്നത്? ആരാണോ ഏകമായാലും വിവിധങ്ങളായ അതീന്ദ്രിയ രൂപങ്ങളിൽ സ്വയം വിസ്തരിക്കുന്നത്? ആരാണോ എല്ലാ ജീവസത്തകളുടെയും യജമാനായിരിക്കുന്നത്? ആരാണോ എല്ലായ്പ്പോഴും സ്വതന്ത്രനും ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് മുക്തനും ആയിരിക്കുന്നത്? ആരാണോ സച്ചിദാനന്ദ രൂപനാണെങ്കിലും ഈ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളിൽ ഒരുവനെ പോലെ തോന്നിപ്പിക്കുന്നത്? ആ പുരുഷോത്തമനായ ശ്രീകൃഷ്ണനെ ഞാൻ പ്രണമിക്കുമാറാകട്ടെ. ഭൗതിക പ്രകൃതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഭഗവാന്റെ സമഗ്ര വിസ്തരണത്തെ പുരുഷൻ എന്ന് വിളിക്കുന്നുവെന്ന് ഈ പ്രസ്താവനകളുടെ സംഗ്രഹത്തിൽ രൂപഗോസ്വാമി പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ഇവിടെ ഗർഭോദക സായി വിഷ്ണുവും ക്ഷീരോദക സായി വിഷ്ണുവും അവരും പുരുഷാവതാരങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവർ കാരണോദക സായി വിഷ്ണുവിൻ്റെ അടുത്ത എക്സ്പാൻഷൻസ് ആണ്, അംശം അവതാരങ്ങളാണ് ഇവർ 2 പേരും. പിന്നെ ഇവിടെ ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ ലഘുഭാഗവതാമൃതത്തിൽ നിന്ന് പറയുന്നു. ശില രൂപഗോസ്വാമി ഇതിനെക്കുറിച്ച് പറയുന്നു. വിഷ്ണു പുരാണത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം കോട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ മഹാവിഷ്ണുവിനെ കുറിച്ച് ഭഗവാന്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ആ വിസ്തരണങ്ങളെക്കുറിച്ച് പറയുന്നപ്പോൾ വായിച്ച 6 പോയിന്റുകൾ, ഈ 6 പോയിന്റുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ മാതാജി നമുക്ക് വേണ്ടി വായിക്കും. ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും ഭഗവാൻ കൃഷ്ണൻ്റെ വിസ്തരണങ്ങൾ, വരുന്ന വിസ്തരണങ്ങൾ ബാക്കിയുള്ളവർ എന്നുള്ളത്. പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനാണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഈ പുരുഷാവതാരങ്ങൾ ഇവിടെ ബേസിക്കലി പറയുന്നത് മഹാവിഷ്ണുവിനെ കുറിച്ചാണ്. ബിക്കോസ് മഹാവിഷ്ണു ഭഗവാനിൽ നിന്ന് വരുന്നു, ആ മഹാവിഷ്ണു പിന്നീട് സൃഷ്ടി ചെയ്യുന്നു ഭൗതിക ലോകത്തിൻ്റെ എന്നുള്ളതാണ് പറയുന്നത്. ആ മഹാവിഷ്ണു ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ പുരുഷോത്തമൻ, അദ്ദേഹത്തിൽ ഈ ഒരു തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ഒരു ദ്വന്ദ്ങ്ങളും ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും അതീന്ദ്രിയ തരത്തിലുള്ളതാണ്. ആ കൃഷ്ണൻ്റെ അംശം അവതാരമാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണു ഭൗതിക ലോകം സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലൂടെ ഇവിടെ ജീവജാലങ്ങളെ പ്രകൃതിയിലേക്ക് അദ്ദേഹം കൊടുക്കുന്നു. പിന്നീട് അതേ മഹാവിഷ്ണു പല രീതിയിൽ പല രൂപത്തിൽ പല അവതാരങ്ങളും അദ്ദേഹം എടുക്കുന്നു. എന്നാൽ ആ അവതാരങ്ങളൊക്കെ വേറെ എടുക്കുന്നുണ്ടെങ്കിലും ആ
അതെല്ലാം അദ്ദേഹം തന്നെയാണ്. വ്യത്യാസമില്ല അല്ലേ? ഭഗവാന്റെ അവതാരങ്ങൾ എത്ര വന്നാലും തത്വം നോക്കുമ്പോൾ ഭഗവത് തത്വം തന്നെയാണ്. ആ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ആശ്രയമാണ്, നാഥനാണ്. ആ ഭഗവാനിൽ ഒരു തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ശക്തിയും അദ്ദേഹത്തെ അല്ലെങ്കിൽ ഭൗതിക ഗുണങ്ങളും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അദ്ദേഹം ഇതിൽ നിന്നൊക്കെ മുക്തനാണ്, അല്ലെങ്കിൽ അതീന്ദ്രിയ തലത്തിലാണ് അദ്ദേഹം ഉള്ളത്. എന്നാൽ അദ്ദേഹം ചില സമയങ്ങളിൽ ഭൗതിക ലോകത്തിൽ വരുന്നു, ലീലകൾ ചെയ്യുവാൻ വേണ്ടി അവതരിക്കുന്നു. ആ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യവും അതീന്ദ്രിയ തലത്തിലുള്ളതും ആനന്ദവും സച്ചിത് ആനന്ദമാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വരൂപം എന്ന് ആണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഈ ഇപ്പോൾ കോട്ട് ചെയ്തിട്ടുള്ള ശ്ലോകം, ലഘുഭാഗവതാമൃതത്തിലെ ശ്ലോകത്തിൻ്റെ ഒരു പൊരുൾ പറയുന്നത്. ഭഗവാന്റെ ഒരു പൊസിഷനെ കുറിച്ച് പറയുന്നു. അടുത്ത ശ്ലോകം 77. വിഷ്ണുസ്തു ത്രിണി രൂപാനി പുരുഷാഖ്യാനി അതോ വിദുഃ ഏകം തു മഹതാ സ്രഷ്ടർ ദ്വിതീയം ത്വ അണ്ഡ സംസ്ഥിതം തൃതീയം സർവഭൂതസ്ഥം താനി ജ്ഞാത്വാ വിമുച്യത്തെ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കൂ. ഹരേ കൃഷ്ണ. വായിക്കാത്തവർക്ക് അവസരം കൊടുക്കാം. ഹരേ കൃഷ്ണ. വിഷ്ണോസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാന്യതോ വിദു ഏകം തോ മഹത സൃഷ്ട്യാ തൃതീയം ദണ്ഡ സംസ്ഥിതം തൃതീയം സർവഭൂതസ്ഥം താനി ജ്ഞാത്വാ വിമുച്യതേ. വിവർത്തനം എന്റെ ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിഷ്ണുവിനെ പുരുഷന്മാരെന്ന് വിളിക്കപ്പെടുന്ന 3 രൂപങ്ങളുണ്ട്. ആദ്യത്തേത് സമസ്ത ഭൗതിക ശക്തിയുടെയും സ്രഷ്ടാവായ മഹാവിഷ്ണു. രണ്ടാമത്തേത് ഓരോ ബ്രഹ്മാണ്ടത്തിലും സ്ഥിതി ചെയ്യുന്ന ഗർഭോദകശായി വിഷ്ണു. മൂന്നാമത്തേത് ഓരോ ജീവസത്തയുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷീരോദകശായി. ഇവർ മൂവരെയും അറിയുന്ന ഒരുവൻ മായയുടെ പിടിയിൽ നിന്ന് മോചിതനാകുന്നു. ഭാവാർത്ഥം. ഈ ശ്ലോകം സ്വത്വത തന്ത്രത്തിൽ നിന്നുദ്ധരിച്ചിട്ടുള്ള ലഘുഭാഗവത അമൃതത്തിൽ പൂർവം 2:9 നിന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ ലഘു ഭാഗവതാമൃത ശിലറൂപ ഗോസ്വാമിയുടെ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. ആക്ച്വലി സാത്വത തന്ത്രത്തിൽ നിന്ന് ഉള്ള കോട്ടാണ്, ശ്ലോകമാണ്. ഇതിനു മുമ്പ് നമ്മൾ വായിച്ചത് കഴിഞ്ഞ ശ്ലോകത്തിൽ വിഷ്ണു പുരാണത്തിൽ നിന്നുള്ള കോട്ടാണ്. അപ്പോൾ ഇതിലെല്ലാ ഈ പുരാണങ്ങളിലും തന്ത്രങ്ങളിലും അല്ലെങ്കിൽ വേദങ്ങളിൽ പറയുന്നുണ്ട്, ശരിക്കും പറയുകയാണെങ്കിൽ ഈ 3 പുരുഷാവതാരങ്ങളെക്കുറിച്ച്. ആക്ച്വലി നമ്മൾ ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, ഞാൻ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലേക്ക് വരുന്നേക്കാൾ മുമ്പ് മഹാവിഷ്ണുവിനെ മാത്രമേ കേട്ടിട്ടുള്ളൂ. കാരണോദകസായ വിഷ്ണു എന്നുള്ള പേര് പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഗർഭോദകസായ വിഷ്ണുവും ക്ഷീരോദകസായ വിഷ്ണുവും അറിയില്ല. മഹാവിഷ്ണു എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ മഹാവിഷ്ണു അമ്പലങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്ന് വിസ്തരണങ്ങളുണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. സൃഷ്ടി നടത്തിയ കാര്യങ്ങളും കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ 3 പേരുണ്ട് എന്നുള്ളതും, ക്ഷീരസാഗരത്തിൽ ഉള്ളത് തന്നെയാണ് മഹാവിഷ്ണു, അതോ ഇനി പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള മഹാവിഷ്ണുവാണോ, അങ്ങനത്തെ ഒരു കൂടുതൽ വിവരങ്ങളൊന്നും അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നു. അപ്പോൾ ഇതാണ് ശീലറൂപ ഗോസ്വാമിയും മറ്റുള്ള ഗോസ്വാമിമാരും അവരുടെ ഏത് പുസ്തകം എടുത്താലും അവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് റെഫറൻസിന് വേണ്ടി അവർ മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും എടുത്ത് ആ ശ്ലോകങ്ങൾ കോട്ട് ചെയ്യും. ഈ ഒരു ട്രെൻഡ് നമുക്ക് കാണാം. എല്ലാ വളരെ പ്രോപ്പറായിട്ടുള്ള ഓത്തൻറ്റിക് ആയിട്ടുള്ള ആചാര്യന്മാരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണത്. ഇപ്പോൾ ശീല രൂപഗോസ്വാമിയുടെ പുസ്തകത്തിൽ നിന്നുള്ള എടുത്തു ഇവിടെ ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കോട്ട് ചെയ്യുന്നു. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ നമുക്കറിയാം ചൈതന്യ ചരിതാമൃതത്തിൽ ഇല്ലാത്ത ശാസ്ത്രങ്ങളില്ല. എല്ലാ ശാസ്ത്രങ്ങളുടെ റെഫറൻസും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. അതേപോലെ തന്നെ ശീലപ്രഭുപാജിയും അങ്ങനെ തന്നെ. ശീലപ്രഭുപാജിയുടെ ഭാവാർത്ഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനും നോക്കിക്കഴിഞ്ഞാൽ കാര്യം ഇത് ശീലപ്രഭുപാജിയാണ് എഴുതിയിട്ടുള്ളത്. ലഘുഭാഗവതാമൃതത്തിൽ ഉള്ളതും അത് സാത്വതന്ത്രത്തിൽ ഉള്ളതാണെന്നുള്ളത്. അപ്പോൾ പ്രഭുപാദിന് ഇതെല്ലാം അറിയാം. സോ അദ്ദേഹം ഇവിടെ
ചൈതന്യ ചരിതാമൃതൻ്റെ വെർഷനിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. സോ ഇതൊരു ആചാര്യന്മാരുടെ ഒരു നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്രോപ്പർ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരുടെ ഒരു സ്റ്റൈലാണ് ആക്ച്വലി. ഇതാണ്, ഇങ്ങനെയാണ് വേണ്ടത്. അതായത് പറയുന്ന കാര്യത്തിനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ തെളിവുകളും എവിഡൻസസും അല്ലെങ്കിൽ റെഫറൻസസും അവിടെ പറയും. അപ്പം നമ്മൾ എന്തെങ്കിലും തത്വങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് തത്വങ്ങൾ, ശ്ലോകങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള ശ്ലോകങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ശരിക്കും. കാര്യം അവിടെ അത് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതാണ് ഇന്ന ശാസ്ത്രത്തിൽ ഇന്ന ശ്ലോകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അവിടെ പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പലവരും പറയാം നിങ്ങൾ ഊഹാപോഹങ്ങളിൽ പറയുന്നതാണ്, അല്ലെങ്കിൽ അത് വേറെ എവിടെ നിന്നെങ്കിലും കേട്ട് പറയുന്നതാണെന്നൊക്കെ. പക്ഷെ ശാസ്ത്രത്തിൽ പറഞ്ഞത് ഇതാണെന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, ശ്ലോകം 78. യദ്യപി കഹിയേ താരെ കൃഷ്ണേര കലാകാരി മത്സ്യ കൂർമാദി അവതാരേര तीहो अवतारी. हरे कृष्णा प्रभु जी. यद्यपि कहिए तांड्रे कृष्णे रे कलाकरी मत्स्य कूर्म आद्यावतारे तिन्हाक अवतारी. विवर्तनम भावार्थ श्रील प्रभात की जय. കാരണോദയസായി വിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാന്റെ കലയെന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും അവിടുന്ന് മത്സ്യം, കൂർമ്മം തുടങ്ങിയ അവതാരങ്ങളുടെ ഉറവിടമാണ്. ഹരേ കൃഷ്ണ. കാരണോദയസായ വിഷ്ണു ഭഗവാന്റെ കലാവതാരമാണെന്ന് പറയുന്നു കൃഷ്ണൻ്റെ. എന്നാൽ ആ കാരണോദയസായ വിഷ്ണു എന്നാണ് പിന്നീടുള്ള അവതാരങ്ങൾ. ഇവിടെ ഈ ലോകത്ത്, ഈ ഭൗതിക ലോകത്ത് ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ ആദ്യം ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ടാണ് വരുന്നത്. അതായത് വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, കാരണോദയസായ വിഷ്ണു ആണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവാണ് ഈ ഭൗതിക ലോകത്തിലെ ബോസ് അല്ലേ. ഭഗവാന്റെ വിസ്തരണമാണ് അദ്ദേഹം. കൃഷ്ണൻ്റെ എത്രയോ കഴിഞ്ഞിട്ടുള്ള കലാവതാരമാണ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യത്തെ വിഷ്ണു അല്ലേ. അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീടുള്ള വിഷ്ണുമൂർത്തികളും അല്ലെങ്കിൽ പുരുഷാവതാരങ്ങളും മറ്റുള്ള അവതാരങ്ങൾ വരുമ്പോഴും അങ്ങനെയാണ് വരുന്നത്. മത്സ്യ, കൂർമ്മ, വരാഹ, ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അടുത്ത ശ്ലോകം ഭാഗവത്തിൽ നിന്ന്. ഇതേചാംശ കലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഏതേചാം സകലാ പുംസാ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കീ ജയ്. ഭഗവാന്റെ ഈ അവതാരങ്ങളെല്ലാം പുരുഷാവതാരങ്ങളുടെ അംശങ്ങളോ കലകളോ ആണ്. പക്ഷേ കൃഷ്ണൻ സ്വയം പരമദിവ്യോത്തം പുരുഷനായ ഭഗവാനാകുന്നു. ഓരോ യുഗത്തിലും ലോകം ഇന്ദ്രന്റെ ശത്രുക്കളാൽ അസ്വസ്ഥമാക്കപ്പെടുമ്പോൾ അവിടുന്ന് തന്റെ നാനാരൂപങ്ങളിലൂടെ ലോകത്തെ സംരക്ഷിക്കുന്നു. ഭാവാർത്ഥം. ഈ ഉദ്ധരണി ശ്രീമദ് ഭാഗവതത്തിൽ 1:3:28 നിന്നുള്ളതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സോ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത് ശ്ലോകമാണ് ഇപ്പോൾ വായിച്ച ശ്ലോകം. വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം. ഈ ശ്ലോകത്തിൽ നിന്ന് തന്നെ പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലാക്കാം. ആക്ച്വലി ഈ ഒരു സെക്ഷനിൽ ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങൾ പറയുന്നത്, ഏകദേശം 24 അവതാരങ്ങളോളം അവിടെ പറയുന്നു. ദശാവതാരം നമ്മൾ പലപ്പോഴും 10 അവതാരങ്ങളേ ഉള്ളൂ ഭഗവാൻ എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി അനന്തമാണ് ഭഗവാന്റെ അവതാരങ്ങൾക്ക് എണ്ണവുമില്ല, നമുക്ക് പറയാൻ സാധിക്കില്ല, ഇൻഫിനിറ്റാണ്. എന്നാൽ ഭാഗവതത്തിൽ 10-22 അവതാരങ്ങൾ പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ശ്രീല ശുകദേവ് ഗോസ്വാമി പറയുന്നു, ഈ എല്ലാ അവതാരങ്ങളും ആക്ച്വലി പറയുകയാണെങ്കിൽ ഭഗവാന്റെ അംശത്തിൻ്റെ അംശവും അവതാരങ്ങളൊക്കെയാണ്. എന്നാൽ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. കൃഷ്ണൻ എന്ന് എടുത്തു പറയുന്നു. സോ ഭാഗവതത്തിൽ തന്നെ പ്രൂഫുണ്ട് കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത്. ഇവിടെ പറഞ്ഞിട്ടില്ല കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നതിന് പകരം വിഷ്ണു ആണെന്ന് പറയുന്നില്ല. സ്വയം ഭഗവാൻ വിഷ്ണു എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ സ്വയം ഭഗവാൻ നാരായണൻ എന്നല്ല പറയുന്നത്, കൃഷ്ണ എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ ക്ലിയറാണ് അപ്പോൾ ഇതിൽ നിന്ന്. അതേപോലെ ബ്രഹ്മസംഹിതയിലുള്ള
ശ്ലോകവും അവിടെയും സർവ്വകാരണ കാരണം, അവിടെയും കൃഷ്ണൻ്റെ പേര് എടുത്തു പറയുന്നു. അങ്ങനെ ഒരുപാട് റെഫറൻസസ് ഉണ്ട്. എന്നാൽ ശ്രീമൻ നാരായണനാവട്ടെ, ഭഗവാൻ വിഷ്ണു ആവട്ടെ, മറ്റുള്ള അവതാരങ്ങളാവട്ടെ, നരസിംഹദേവനാവട്ടെ, ഇവരെല്ലാവരും തന്നെ ഭഗവാന്റെ തന്നെ അവതാരങ്ങളാണ്, കൃഷ്ണൻ്റെ തന്നെ അവതാരങ്ങളാണ്. തത്വത്തിൽ ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. ഭാവത്തിൽ, അവരുടെ രസത്തിൽ വ്യത്യാസമുണ്ട്. എന്നാൽ തത്വം നോക്കുവാണെങ്കിൽ എല്ലാം ഒരേ തത്വം തന്നെയാണ്, ഭഗവത് തത്വം തന്നെയാണ്. അതുകൊണ്ട് നമ്മളവിടെ ആര് വലുത് ആര് ചെറുത് എന്നുള്ള ഒരു ചെറിയൊരു വ്യത്യാസം കാണിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെ ആഗ്രഹം പോലെയാണ് ഓരോ ഉപാസന. വിഷ്ണുവിനെ ആരാധിക്കുന്നവർ, ശ്രീമൻ നാരായണനെ ആരാധിക്കുന്നവർ, അവരും ഒരിക്കലും കൃഷ്ണഭക്തരേക്കാൾ താഴെയല്ല. അങ്ങനൊരു ചിന്തയെ പാടില്ല. അത് തെറ്റാണ്. ബിക്കോസ് ഇതെല്ലാം ഒരേ തത്വമാണ്, ഭഗവാന്റെ തത്വം തന്നെയാണ്, ഒരു തത്വമാണ്. അപ്പോൾ ഓരോരുത്തരുടെ മൂഡും ഭാവവും അനുസരിച്ചിട്ടാണ്. കാര്യം വൈകുണ്ഠത്തിലും അനേക കോടി, അല്ലെങ്കിൽ നമുക്ക് എണ്ണം പോലും പറയാൻ പറ്റാത്ത അത്ര ഭക്തരുണ്ട് ഓൾറെഡി. ശ്രീമൻ നാരായണനെ ആരാധിക്കുന്നവരുണ്ട്, അവിടെയുണ്ട് ഭഗവാന്റെ പാർഷദർ. ഗോലോക വൃന്ദാവനത്തിൽ മാത്രമല്ല, അതേപോലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്തുമുണ്ട്. ഇവരെല്ലാം വിഷ്ണു തത്വം അല്ലെങ്കിൽ തത്വത്തിൽ ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലൊരു ഡിഫറൻസിയേഷൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഒരു ഇത് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്നാണോ അല്ലെങ്കിൽ വേറെയാണോ എന്നുള്ളതിൽ നിന്നൊരു അതിനൊരു പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു മെഴുകുതിരിയിൽ നിന്ന് 1000 മെഴുകുതിരിയോ 10,000 മെഴുകുതിരിയോ 1 കോടി മെഴുകുതിരിയോ കത്തിക്കുന്ന പോലെയാണ്. എല്ലാത്തിൻ്റെയും ഒരു സോഴ്സ് ഉണ്ടാവും അപ്പോഴും, അല്ലേ? തുടക്കം ഉണ്ടാവും. ആ തുടക്കം എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ കൃഷ്ണൻ, അതാണ്. എന്നാൽ ആദ്യത്തെ മെഴുകുതിരിയുടെ അതേ പൊട്ടൻസി തന്നെയാണ് ബാക്കിയുള്ള 1 കോടി മെഴുകുതിരി കത്തിക്കുന്നതിന്. എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടി സെയിം ആണ്, ക്വാളിറ്റീസൊക്കെ സെയിം ആണ്, അല്ലേ? അതേപോലെ അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാ അവതാരങ്ങളെയും നമ്മൾ ഒരേപോലെ ബഹുമാനിക്കണം. ഹരേ കൃഷ്ണ. ഓക്കെ, സോ ഇത് പറഞ്ഞുകൊണ്ട് ഒരു ശ്ലോകം കൂടെ നോക്കാം. സേ പുരുഷ സൃഷ്ടി സ്ഥിതി പ്രളയേര കർത്ത നാന അവതാര കരേ ജഗത്തേര ഭർത്ത. ഹരേ കൃഷ്ണ പ്രഭു. സഹി പുരുഷ സൃഷ്ടി സ്ഥിതി പ്രളയേര കർത്ത നാനാ അവതാര കരേ ജഗത്തേര ഭർത്ത. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭിചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആ പുരുഷൻ കാരണോദശായി വിഷ്ണു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ നിർവാഹകനാണ്. വിവിധ അവതാരങ്ങളിൽ സ്വയം പ്രത്യക്ഷനാകുന്ന അവിടുന്ന് ലോകത്തിന്റെ പാലകനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ കാരണോദശായി വിഷ്ണു ആണ് സൃഷ്ടിയും പരിപാലനവും ഇതെല്ലാം ചെയ്യുന്നത്. ബിക്കോസ് ഓക്കെ, നമുക്കറിയാം ഈ കാരണോദശായി വിഷ്ണുവിൽ നിന്ന് വരുന്ന ആക്ച്വലി പരിപാലനം ചെയ്യുന്നത് കാരണോദശായി വിഷ്ണുവിൻ്റെ എക്സ്പാൻഷനായിട്ടുള്ള ക്ഷീരോദശായി വിഷ്ണു ആണ് ഇതിൽ ആ റോൾ എടുക്കുന്നത് ആക്ച്വലി. എന്നാലും അതിൻ്റെ എല്ലാത്തിൻ്റെ സോഴ്സ് ഇദ്ദേഹമായതുകൊണ്ട്, മഹാവിഷ്ണു ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ മഹാവിഷ്ണുവാണ്, അല്ലെങ്കിൽ കാരണോദശായ വിഷ്ണുവാണ് ഇതെല്ലാം. ഈ ഭൗതിക ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ കീഴിലാണുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് പരിപാലിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതോടുകൂടി നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടാൻ ഭഗവാൻ അനുഗ്രഹിച്ചാൽ കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പറയുന്നു, നമ്മുടെ ക്ലാസ് ഇപ്പോൾ അരമണിക്കൂർ നേരത്തെയാണ്. എനിക്കറിയാം പലവർക്കും അതിന് ഒരുപക്ഷെ അസൗകര്യം ഉണ്ടാവും. മറ്റുള്ള ജോലികളും പണികളും തീർന്നിട്ട് ആയിരിക്കാം ഒരുപക്ഷെ 7:30 നമ്മൾ ക്ലാസ്സിലിരിക്കാറുള്ളത്. ഇപ്പോൾ അരമണിക്കൂർ നേരത്തെയായി. സോ പറ്റുന്നവർ അതനുസരിച്ചിട്ട് കുറച്ചൊന്ന് പ്ലാൻ ചെയ്യുക. പറ്റാത്തവരാണെങ്കിൽ റെക്കോർഡിംഗ് ഉള്ളത് കേൾക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, സോ കുറച്ച് മാസങ്ങൾ ഈ ഒരു സ്കെഡ്യൂളായിരിക്കും നമ്മൾ തുടരുന്നത്. അതിനുശേഷം പഴയ പോലെ തന്നെ ആവാൻ നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. श्री चैतन्य चरितामृत की जाय, श्रील कृष्णदास कविराज गोस्वामी की जाय,
जगद्गुरु शिला प्रभुपाद की जय। पतित पावन शिला गुरुदेव की जय। समवेद गौर भक्त वृंद की जय। श्री गौड़ीय गुरु वृंद की जय। निताय गौर प्रेमानंदे। Very हरे good. थैंक यू। हरे कृष्णा। प्रणाम। Hare हरे Krishna. कृष्णा प्रभु जी।